ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെനു ഹണി റോസ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കളറിങ്ങിന്റെ ക്ലാസ് ആണ്, സെക്കൻഡ് ഡേ ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഹെയറിനെ കുറിച്ചുള്ളതും അതുപോലെ തന്നെ ഹെയറിന്റെ 3 സ്റ്റേജ്, ആനജൻ, കാറ്റജൻ, ടെലോജൻ, ഇങ്ങനെയുള്ള 3 ഘട്ടത്തിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഹെയറിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഹെയർ ഗ്രോത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ചെറിയ പിക്കൊക്കെ വരച്ചിട്ടുണ്ട്. അതിൽ കുറേ പാകപ്പിഴകളുണ്ടാകും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വേറൊരു പിക്ക് നമ്മുടെ ഇതിൻ്റെ സൈഡിൽ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് പറയുന്നത് ഹെയർ ഫോളിക്കിളാണ്. അപ്പോൾ ഹെയർ ഫോളിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കെല്ലാം അറിയാം, ഫോളിക്കിളിൽ നിന്നാണ് മുടി വളർന്നു വരുന്നത്. അത് നമ്മുടെ ഹൈപ്പഡെർമിസിന്റെ അകത്തുനിന്ന്, ഹൈപ്പഡെർമിസിന്റെ ഭാഗത്ത് ഏറ്റവും അടിഭാഗത്തുള്ള ആ ഭാഗത്തു നിന്നാണ് ഇത് മുടി രൂപപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയ ബൾബ് പോലെയുണ്ട്, ഹെയർ ബൾബ്. അപ്പോൾ ഈ ഹെയർ ബൾബിൽ നിന്നാണ് നമുക്ക് പുതിയ മുടികൾ വളർന്ന് വരുന്നത്. അപ്പോൾ ഈ ഹെയർ ബൾബ് രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഫോളിക്കിൾസിന്റെ ഏറ്റവും അടിഭാഗത്ത് ചെറിയ ചെറിയ രക്തധമനികൾ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നും മുടിക്ക് നമുക്ക് വളർച്ച കൂട്ടാനുള്ള, മുടി വളർച്ച വരുന്നത് ഈ ഏറ്റവും അടിഭാഗത്തുള്ള ഈ രക്തക്കൊഴലുകളിൽ നിന്നാണ് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത് ഇതിന്റെ ഏറ്റവും അടിഭാഗമായ ഹെയർ പാപ്പില അല്ലെങ്കിൽ ഡെർമൽ പാപ്പില, അതുപോലെ തന്നെ ഹെയർ മാട്രിക്സ്, ഇത് രണ്ടും കൂടി ഒരുമിച്ച് അവിടെ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിനുകളും അതുപോലെ തന്നെ അമിനോ ആസിഡുകൾ, വിറ്റാമിനുകൾ എന്നിവ ഇതെല്ലാം ഇതിൽ നമ്മുടെ മുടിക്ക് നൽകിക്കൊണ്ട് ഈ മുടി നമ്മുടെ ഹെയർ ബൾബിലേക്ക് വരുന്നു. ഈ ഹെയർ ബൾബിൽ നിന്നുമാണ് നമുക്ക് മുടി ചെറുതായിട്ട് ഇങ്ങനെ ഗ്രോത്ത് ആയിട്ട് വരുന്നത്. ഇതിൽ നിന്ന് കുറേ നമുക്കറിയാൻ പറ്റും, ഈ പാപ്പിലെയും ഹെയർ മാട്രിക്സും ചുറ്റിയുള്ള മുടിയുടെ വേരിൽ നിന്നും നമുക്ക് ഇത് ചർമ്മത്തിലോട്ട് ഇങ്ങനെ വന്നിട്ട് അത് വൃത്താകൃതിയിലുള്ള ഒരു ഹെയർ ബൾബ് അവിടെ രൂപപ്പെടുന്നു. ആ ഹെയർ ബൾബിൽ ശരിക്കും സ്റ്റെം സെല്ലുകളൊക്കെ ആവശ്യം പോലെ ഉണ്ട്. അപ്പോൾ അത് പ്രത്യേക കോശങ്ങളിൽ രൂപപ്പെടുകയും അത് ദീർഘകാലത്തേക്കുള്ള രീതിയിൽ വളർന്നു വരിക. അത് ഓരോരുത്തർക്ക് ഹെയർ ഗ്രോത്ത് കൂടും, ചിലപ്പോൾ കുറയും, ചിലരുടെ ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓരോ ഇത് രൂപപ്പെടുന്നത് നമ്മുടെ ഈ ഹെയർ ബൾബിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മുടി വളർന്നു വരുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ അത് എത്രത്തോളം അതിനെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹെയർ പാപ്പിലെ അല്ലെങ്കിൽ ഡെർമൽ പാപ്പിലെയും അതുപോലെ തന്നെ ഹെയർ മാട്രിക്സിലെയും കോശങ്ങൾ തമ്മിൽ ചേരുമ്പോഴാണ് ഇവിടെ ഹെയർ ബൾബ് രൂപപ്പെടുന്നത്. ഈ ഹെയർ ബൾബിൽ നിന്നാണ് പുതിയ ഹെയറുകൾ നമുക്ക് വളർന്നു വരുന്നത്. ഇത്രയേ ഉള്ളൂ, ഈ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം, ഞാൻ ഈ പറയുന്നത് എൻ്റേതായ ലെവലിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ലെവലിലാണ് ഞാനിത് പറഞ്ഞു തന്നത്. നമ്മൾ തിയറിയായിട്ട് കുറേ പഠിക്കുകയാണെങ്കിൽ അത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഈ ഹെയർ ബൾബിന്റെ അടുത്ത് കുറേ മെലനോസൈറ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മുടെ ഹെയറിന്റെ പിഗ്മെന്റുകൾ നമുക്ക് രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ ഹെയർ പിഗ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് സെബേഷ്യസ് ഗ്ലാൻഡ്സ് ആണ്. അപ്പോൾ ഈ സെബേഷ്യസ് ഗ്ലാൻഡ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് ഈ സെബേഷ്യസ് ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മുടി ലൂബ്രിക്കേറ്റ് ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന ആ ഭാഗത്ത് ഇതിൽ നിന്നും സെബം പുറപ്പെടും. ഈ സെബം ഉൽപ്പാദിപ്പിക്കുകയും അതിങ്ങനെ പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നത്. അപ്പോഴത്തേക്കാണ് ഈ സെബേഷ്യസ് ഗ്ലാൻഡ്സ് ഓപ്പൺ ആകുമ്പോഴാണ് നമ്മുടെ സെബം പുറത്ത് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഹെയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതിൽ ഒന്നാണ് ഈ സെബേഷ്യസ് ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഹെയർ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ വിഷയത്തിലോട്ടാണ് നമ്മൾ വരുന്നത്. നമ്മളവിടെ പിഗ്മെന്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. കുറേ മെലനോസൈറ്റുകൾ വഴി നമ്മുടെ ഹെയറിന് പിഗ്മെന്റുകൾ വരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പിഗ്മെന്റ് എന്താണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന് കളർ കൊടുക്കുന്ന ഒന്നാണ് പിഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രൈമറി കളറായ റെഡ്, ബ്ലൂ, യെല്ലോ, ഈ 3 കളർ ഒരുമിച്ച് ചേരുന്ന ഒന്നാണ് പിഗ്മെന്റ് എന്ന് പറയുന്നത്. ഈ 3 കളറും കൂടി ചേരുമ്പോഴാണ്
പിഗ്മെന്റ് എന്നിപ്പോൾ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പിഗ്മെന്റ് നമ്മൾ രണ്ടായിട്ട് മാറ്റുന്നുണ്ട്, ഗ്രാനുലാർ പിഗ്മെന്റും അതുപോലെ തന്നെ ഡിഫ്യൂസ്ഡ് പിഗ്മെന്റ്. അപ്പോൾ ഗ്രാനുലാർ പിഗ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ബ്ലൂവും റെഡും ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡിഫ്യൂസ്ഡ് പിഗ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും യെല്ലോ കൂടുതലായിട്ടാണ് വരുന്നത്. അതായത് ഇതിൽ ഇപ്പോൾ ഗ്രാനുലാർ പിഗ്മെന്റ് എന്ന് പറയുമ്പോൾ ബ്ലൂ റെഡും ബിഗ് സൈസും അതുപോലെ തന്നെ അത് നമുക്ക് ഡാർക്കർ കളറിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കളർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഗ്രാനുലാർ പിഗ്മെന്റ് എന്ന് പറയുമ്പോൾ ബ്ലൂവും റെഡും കൂടുതലായിരിക്കും. അപ്പോൾ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ബിഗ് സൈസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡാർക്കർ കളറിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ലൈറ്റനിങ്ങിലോട്ട് നമുക്ക് മാറ്റാനായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഈ പിഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പോയിട്ട് അതേസമയം നമ്മുടെ ഇത് യെല്ലോ കൂടുതലാണ്. അപ്പോൾ യെല്ലോ കൂടുതൽ എന്ന് പറയുമ്പോൾ ഇവിടെ യെല്ലോയുടെ പിഗ്മെന്റ് കൂടുതലാണ് എന്നുള്ളതാണ് ഈ ഡിഫ്യൂസ്ഡ് പിഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിഫ്യൂസ്ഡ് പിഗ്മെന്റും ഗ്രാനുലാർ പിഗ്മെന്റും പഠിച്ചു. അപ്പോൾ ഇതിന് നമ്മൾ ഒന്നും കൂടി സെപ്പറേഷൻ തിരിക്കുന്നുണ്ട്, യു മെലാനിൻ ആൻഡ് ഫ്യൂ മെലാനിൻ എന്ന് പറയും. അപ്പോൾ യു മെലാനിൻ എന്ന് പറയുമ്പോൾ ഡാർക്ക് കളർ ഹെയർ ആണ് യു മെലാനിൻ എന്ന് പറയുന്നത്. അതേസമയം ഫ്യൂ മെലാനിൻ എന്ന് പറയുമ്പോൾ ലൈറ്റ് കളറാണ് വരുന്നത്. അതായത് ഹെയറിന് ലൈറ്റ് കളറും ഇത് ഡാർക്ക് കളറും. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പഠിക്കാനാണ്. യു മെലാനിൻ എന്ന് പറയുമ്പോൾ ഡാർക്കും അതുപോലെ തന്നെ ഫ്യൂ മെലാനിൻ എന്ന് പറയുമ്പോൾ ലൈറ്റ് ഹെയറും ആണ് വരുന്നത്. അപ്പോൾ ഈ ഡാർക്ക് കളർ ഹെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏഷ്യൻ ഹെയർ ഒക്കെയാണ് ഡാർക്ക് കളർ ഹെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂറോപ്യൻ ഹെയർ ആണ് ലൈറ്റ് കളർ ഹെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹെയറിൽ ബ്ലൂവും റെഡും കുറവും അത് കുറവുമായിരിക്കും. അതിൻ്റെ പിഗ്മെന്റ് എന്ന് പറയുന്നത് ചെറിയ സ്മാൾ പിഗ്മെന്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് യെല്ലോയുടെ പിഗ്മെന്റ് ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറയുന്നത് ഈ രണ്ട് പിഗ്മെന്റും ചേരുന്നതാണ് ഹെയർ കളറിങ് ലൈറ്റനിങ് ആവുന്നതും അതുപോലെ തന്നെ ഡാർക്കനിങ് ആവുന്നതും. അപ്പോൾ നമ്മുടെ ഹെയർ ലൈറ്റനിങ് ആവുന്നതും ഡാർക്കനിങ് ആവുന്നതും നമ്മുടെ ഹെയറിന്റെ പിഗ്മെന്റ് അനുസരിച്ചാണ് ഹെയർ ലൈറ്റനിങ് ഡാർക്കനിങ് ആവുന്നത്. അപ്പോൾ ഇത് ഡാർക്കർ ഹെയറും ഇത് ലൈറ്റ് ഹെയറും ആണ് വരുന്നത്. പിഗ്മെന്റിന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ഹെയർ ലൈറ്റനിങ് ആവുന്നു. അതായത് പിഗ്മെന്റ് എന്ന് പറയുമ്പോൾ റെഡ് ബ്ലൂ യെല്ലോ ഇതിന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ഹെയർ ലൈറ്റനിങ് ആവുന്നു. അതുപോലെ തന്നെ ഇതിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഹെയർ ഡാർക്കനിങ് ആവുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ സ്ട്രക്ചർ അതുപോലെ തന്നെ ഹെയർ പിഗ്മെന്റ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എൻ്റേതായ ശൈലിയിലാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ കുറേ ഫാൾട്ടുകൾ ഉണ്ടാകും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും പൊറുക്കുക. എൻ്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ അത് പഠിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, സീ യു.